സിനിജി, കേരളം വേറെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്, ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. കാരണം അതിനകത്ത് ഏതൊക്കെ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട്, ആരോപണമല്ല മൊഴികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിലുള്ള ഏതൊക്കെ വ്യക്തികളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി 100% ജെന്യൂനായിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, സത്യത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണ്ടേ? എന്തിനാണത് മറച്ചു വെക്കുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു കമ്മിറ്റിയെ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിക്കുന്നു. ആ കമ്മിറ്റി കുറേ പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാമെന്ന് പറയുന്നു. താഴെ തട്ടിലുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായിക ആയിക്കോട്ടെ, ക്യാമറയെ സഹായിക്കുന്ന ആയിക്കോട്ടെ, അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ട പുരുഷനും സ്ത്രീക്കും എല്ലാം തന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാമെന്ന് പറയുന്നു. സ്ത്രീകൾ കൃത്യമായി ചെന്ന് പറയുന്നു, തന്നെ ഈ ജോലിക്ക് നിർത്തണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ തൻ്റെ മുകൾ തട്ടിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണം. ആ ചെയ്തില്ലെങ്കിൽ എന്നെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തില്ല, അടുത്ത സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. തുറന്നു പറയുകയാണ്. ഈ തുറന്നു പറച്ചിൽ ഇന്ന ആളുകൾക്കെതിരെ ആണ് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ എന്തിനാണ് അനാവശ്യമായി വിട്ടുവീഴ്ച നടത്തുന്നത്? സിനിമാ മേഖലയിൽ ഇത്തരം മോശപ്പെട്ട പ്രവണതകളാണ് നടക്കുന്നത്, ഇത്തരത്തിലും കൊള്ളരുതായ്മകളാണ് നടക്കുന്നതെങ്കിൽ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ പണം കൊടുത്ത് സിനിമ പോയി തിയേറ്ററിൽ കാണുന്ന നമ്മൾക്ക് ആ പ്രശ്നങ്ങൾ അറിയാനുള്ള അവകാശം ഉണ്ടാവില്ല. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടുപേര് MLA-മാരാണല്ലോ, ഒരാൾ മന്ത്രിയും ഒരാൾ MLA-യും സിനിമാ രംഗത്തു നിന്നുള്ളവരാണ്. അവരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴുമോ എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയില്ല. അത് തന്നെയാണോ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൺസേൺ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കാം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അഴിഞ്ഞു വീഴട്ടെന്നേ. എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ സർക്കാർ സംരക്ഷിച്ചു പോകേണ്ടത്? ഈ 2 MLA-മാരോ ഒരു മന്ത്രിമാരോ വിചാരിച്ചാൽ മാത്രമേ കേരള സംസ്ഥാനത്തെ ഒരു സർക്കാരിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിനിമാ മേഖലയിൽ ഒരുപാട് കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട്. ഈ കൊള്ളരുതായ്മകൾ എന്ന് പറയുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ പാട്. പക്ഷേ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയപ്പെടുന്ന നടനോ സംവിധായകനോ തിരക്കഥാകൃത്തോ ഒക്കെ ആണെങ്കിൽ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴട്ടെന്നേ. ഇപ്പോൾ രഞ്ജിനി എന്ന് പറയുന്ന നമുക്ക് സിനിമയിലൂടെ വളരെ പ്രശസ്തമായ ഒരു താരമാണ്. ചിത്രത്തിലൂടെ വന്നതാണ് രഞ്ജിനി. ഈ രഞ്ജിനി തന്നെ പറയുകയാണ്, ഞാൻ കൊടുത്ത മൊഴി എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചതെന്ന് എനിക്കധികം അറിയണം, അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പം രഞ്ജിനി എന്തോ മോശമായി കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലേ, മോശമായി പറഞ്ഞു എന്നുള്ള കാര്യം ബോൾഡായിട്ട് അവിടെ പറയുന്നു. പിന്നീട് അത് പ്രസിദ്ധീകരിച്ച് വരുമ്പോഴത്തേക്കും അതെന്താണ് പുനർവിചിന്തനം വരുന്നു. അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അല്ലെ, അതിന്റെ എന്തെങ്കിലും പടി വരുമെന്ന് അറിയില്ലല്ലോ, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അതെ, അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇപ്പം രഞ്ജിനി വീണ്ടും സീരിയലിലൊക്കെ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും സിനിമകൾ വരുന്നുണ്ട്, ചിലപ്പോൾ ഇനി കൂടുതൽ സിനിമകൾ വന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു മൊഴി കൊടുത്തത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയാണോ മൊഴി, ആ വ്യക്തിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ രഞ്ജിനിൻ്റെ അടപ്പൂരും. അതെ, അതായത് ഫീൽഡ് ഔട്ട് ആയി പോകുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായി മാറ്റി നിർത്താൻ ചില താരങ്ങൾക്ക്, ചില സംവിധായകർക്ക്, ചില നടന്മാർക്ക്, ക്യാമറമാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുന്നു എന്നല്ലേ അർത്ഥം. ഇപ്പം പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ കേട്ടിരുന്നു ദിലീപാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. പിന്നീട് ഒരു കാലത്ത് കേട്ട ദിലീപ് തിരുവനന്തപുരം കോക്കസ്, ദിലീപ് കോക്കസ്, കൊച്ചി കോക്കസ്, ഇപ്പം മട്ടാഞ്ചേരി. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്ന അവർ മാത്രമാണ് തീരുമാനിക്കുന്നത്. അവരുടെ സിനിമയിൽ ആര് വേണം, അടുത്ത സിനിമയിൽ ആര് വേണം, അടുത്ത സിനിമയുടെ ടെക്നിക്കൽ ടീം ആര് വേണം, ഇതെല്ലാം ഇവർ തീരുമാനിക്കും. ശരി, അങ്ങനെ തീരുമാനിച്ചോട്ടെ, അവർ മുന്നോട്ട് പോയിക്കോട്ടെ. കഴിവുള്ള ആളുകൾ ചെറിയ സിനിമകൾ എടുത്തും പുറത്തേക്ക് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന അവാർഡുകൾ നമ്മൾ ആലോചിച്ചു. ഇരട്ട എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് എവിടെയാണ്, ആട്ടം എവിടെ നിൽക്കുന്നു, സൗദി വെള്ളയ്ക്ക എവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിവുള്ളവരുണ്ട്. പക്ഷേ 100 പേര് ശ്രമിക്കുമ്പോൾ 10 പേർക്കായിരിക്കും ഈ അവസരം കിട്ടുക. എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു നിലപാട് സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം മൂടി പുറത്തു വരാൻ ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ചില നിർമ്മാതാക്കൾ രംഗത്തേക്ക് വരുന്നു, ഈ സംഭവം പുറത്തേക്ക് വിടരുത്, ഈ രംഗങ്ങൾ പുറത്തേക്ക് വിടരുതെന്ന് പറയുന്നു. മന്ത്രി, അതായത് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു, ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല, ഇത് കോടതിയുടെ പരിഗണനയിലാണ്, കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചു, അങ്ങനെ നിർദ്ദേശിച്ചു. എന്തിനാണ് ഇതൊരു? എനിക്ക് ഇതിൻ്റെ അകത്ത് വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിദ്ദീഖിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. സിദ്ദീഖ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ചേംബറിൽ വെച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് പുറത്ത് വന്നാൽ എന്ത്, വന്നില്ലെന്നെങ്കിൽ എന്ത്, അത് പുറത്ത് വരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, വരണ്ടെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വരണ്ടെന്നാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നാണ് കേട്ടവർക്ക് മനസ്സിലാകുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഒട്ടും തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് ഒട്ടും തന്നെ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്.
പരസ്യമായി ഇത്തരം നിലപാടുകളാണ് ഈ നടന്മാരെല്ലാം സ്വീകരിക്കുന്നത്. നമ്മളുടെ മുമ്പിലുണ്ടാകുന്ന വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്. ഇവരെന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വരട്ടെ. ഈ നടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന നടനെക്കുറിച്ചാണ്, ഇന്ന ടെക്നിക്കൽ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്, വരട്ടെ, പുറത്തേക്ക് വരട്ടെ. ഈ കൃത്യമായി റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് 376 ഒരു 354 ഒക്കെ ഒരുപാട് കേസുകൾ ഓരോ സ്റ്റേഷനിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമിനെ തന്നെ കേരള പോലീസ് ഏർപ്പാടാക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്ട് തന്നെ തുടങ്ങേണ്ടി വരും. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങളെന്ന് തോന്നുന്നു. അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പോലും കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കാം ചില ആളുകളെ സംരക്ഷിക്കുക. ഇപ്പം മൊഴി കൊടുത്ത ആളുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിനി, അവരൊരു പുനർവിചിന്തനം നടത്തുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ തിരിച്ചെത്താൻ കഴിയുന്നുണ്ടല്ലോ, ഇനി ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മറ്റു പല മേഖലയിലും ഉണ്ടെങ്കിൽ അവരും ഇപ്പം പറയുകയാണ് ഞങ്ങളുടെ ഈ സാധനങ്ങൾ പുറത്തേക്ക് വരണ്ട, ഇതൊരു റിപ്പോർട്ടായിട്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഈ റിപ്പോർട്ടായിട്ട് പൊടി പിടിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് പണം മുടക്കിയത്? പണം മുടക്കി, അത് എത്ര പണം മുടക്കി, എത്ര പേര് എഫർട്ട് എടുത്തു. ഇതിൽ ഒരു 50% പേര് ആത്മാർത്ഥമായിട്ടല്ലേ മൊഴി കൊടുത്തേക്കുന്നത്. ഞങ്ങൾ ഈ ഫീൽഡിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഈ ഫീൽഡിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർക്ക് കളിച്ച കളികൾ, ഇതെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. ഇത് അതേപോലെ റിപ്പോർട്ടായി അടിച്ചു വരുമ്പോൾ ആരുടെയെങ്കിലും ദേഹം പൊള്ളുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥർ കൂടിയാണ്. ഇവരാണോ കാര്യങ്ങൾ തീരുമാനിക്കുക? അതെ, നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഈ കേരളത്തിലെ ചില പുതിയ നിർമ്മാതാക്കൾ സിനിമ എടുക്കുന്നത് തന്നെ ഈ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്തരം നിർമ്മാതാക്കളുടെ കാര്യങ്ങൾ പുറത്തു വരും. ആ നിർമ്മാതാക്കൾ സിനിമാ രംഗത്ത് നിർമ്മാതാവ് എന്ന നിലയിൽ പുതു തലമുറയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പുതിയ ആളുകളാണെങ്കിലും പക്ഷെ അവർ മറ്റേതെങ്കിലും രംഗത്ത് വലിയ പ്രശസ്തരായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്തായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ പ്രശസ്തരായിരിക്കാം. അത്തരം ആളുകളെല്ലാം തന്നെ ഇന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ നിനക്ക് സഹനടിയായി വേഷം തരാം, അല്ലെങ്കിൽ നടിയായി വേഷം തരാം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ അതിന് ചാറ്റുകളുണ്ടാവും, ചിലപ്പോൾ ഓഡിയോ റെക്കോർഡ്സ് ഉണ്ടാവും, ചിലപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും അന്ന് പല പരാതികളും കൊടുത്തിട്ട് പരാതികൾ പോലീസ് എടുക്കാത്ത സംഭവങ്ങളുണ്ടാവും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഈ സിനിമാ രംഗത്തുനിന്നുള്ളവരൊക്കെ തന്നെ പരാതികളുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എടുക്കാത്ത സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സംഭവങ്ങളും. അത്തരം സംഭവങ്ങൾ വരുന്ന സമയത്ത് പോലീസിനെതിരെയോ അന്നത്തെ സർക്കാരിനെതിരെയോ ചിലപ്പം തിരിയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാം. കാരണം ഈ പറയുന്ന പോലെ ഈ സിനിമാ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നിർമ്മാതാക്കളാകുന്നതല്ല. അവർ ബിസിനസ് മേഖലയിലുള്ളവരായിരിക്കും, രാഷ്ട്രീയക്കാരായിരിക്കും, മറ്റു മേഖലയിലുള്ളവരായിരിക്കും. അവരും ഈ പറയുന്ന മേഖലയിൽ കടന്നു വരുന്നത് എനിക്ക് ഇന്ന നടിയെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന നടിയോടൊരു താല്പര്യമുണ്ട്, ഇവർ എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നാൽ ഇവരുടെ കുടുംബജീവിതം ഒരു പക്ഷേ തകർന്നേക്കാം, സാമൂഹിക ജീവിതം പൂർണ്ണമായിട്ടും ഇല്ലാതാകാം, ബിസിനസ് വ്യവസായം എല്ലാം തകർന്നേക്കാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിൽ സർക്കാരും ഉണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി, അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോട് തന്നെ കാര്യങ്ങൾ ചെയ്ത് പിന്നീട് തെറ്റുവരുണ്ടാവും. ഒരു കാലഘട്ടം കഴിഞ്ഞ് തെറ്റുവരുണ്ടാവും. ആ തെറ്റുവർ ചിലപ്പം ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം അന്നത്തെ സംഭവങ്ങൾ വെച്ചുകൊണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു സ്ത്രീ കൊണ്ടൊരു കേസ് കൊടുക്കുന്നു. ഈ കേസ് കൊടുക്കുന്നത് എന്താണ്? എന്നെ അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അയാൾ പീഡിപ്പിച്ചു എന്നാണ് 10 വർഷം മുമ്പാണ്. ഈ 10 വർഷം മുമ്പ് ഇവർ തമ്മിൽ നല്ല ടേംസിലായിരുന്നു. ആ സമയത്ത് ഇവർ ഉഭയസമ്മതപ്രകാരം എന്തൊക്കെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. 10 വർഷത്തിന് ശേഷം അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ പരാതി കൊടുത്താൽ ആ പരാതിക്കാണ് മുൻഗണന എന്ന് പറയുന്ന പോലെ ഈ സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളും ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് അംഗീകരിക്കുന്നൊന്നുമില്ല. കുറേ കാര്യങ്ങൾ ഇതുപോലെ പുഴുക്കുത്തുകളുണ്ടാകും. എനിക്ക് വേഷം തന്നില്ലെങ്കിൽ, എനിക്ക് നീ സിനിമയിൽ അവസരം തന്നില്ല, ഞാൻ നിനക്കെതിരെ പണി തരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ത്രീകളും ഉണ്ടായിക്കൂടെ? അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്, നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ ആരുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് സർക്കാർ എടുക്കേണ്ട നയപരമായ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് പേരുടെ ചങ്കിടിപ്പ് വളരെയധികം ക്രൂഷ്യലായി നിൽക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനം എടുക്കും? ആ പുറത്ത് വിടണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ സാധനം അതേസമയത്ത് എനിക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇത് 100% ഈ മൊഴികളൊക്കെ ജെന്യൂനായിട്ട് പുറത്ത് വിടുമെന്നുള്ളതാണ്. ഇതിനകത്ത് എവിടെയൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്നത് പോലെ എവിടെയൊക്കെ കട്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഏതെങ്കിലും വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഈ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നടന്മാരുടെ പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന കേസുകൾ, അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്തവരുടെ പേര് പറയാവുന്ന കേസുകൾ, അല്ലെങ്കിൽ ചില തീയതികളോ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തായാലും ഒരു ആത്മഹത്യ എന്ന രീതിയിലുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ? അതെ, എന്തായാലും അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ പൂർണ്ണമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആരെയൊക്കെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നുണ്ട്.
ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് ഒക്കെ പറയുന്ന ഉത്തരവാദിത്വമില്ലാത്ത ചില നിലപാടുകളാണ്. അപ്പോൾ അങ്ങനെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അറിയാ കഥകളുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഇന്ന പോർഷൻസ് പുറത്തുവിടാം, ഇന്ന ഭാഗങ്ങളിലുള്ള റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. അതെന്തിനാണ് ഇന്ന ഭാഗങ്ങൾ? ഇതൊരു പബ്ലിക് റിപ്പോർട്ടായിട്ട് നമ്മൾ കരുതണം. എല്ലാവർക്കും വായിക്കാനും എല്ലാവർക്കും അത് മനസ്സിലാക്കാനും കഴിയണം. ഇന്ന ആൾക്കാരെ രാജ്യത്ത് കലാപങ്ങൾ നടന്നതിന്റെ റിപ്പോർട്ടുകൾ പോലും ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതെ അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് വലിയ പ്രശ്നമല്ലല്ലോ, സെൻസിറ്റീവ് അല്ല. ഒരിക്കലും. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത് വിടുന്നത് അനിശ്ചിതത്വമാണ്. നാളെ വിടും, മറ്റന്നാൾ വിടും, അടുത്ത ദിവസം വിടും. ഇത് ഇങ്ങനെ ഒരു വലിയ ചർച്ചയായി വിടുക സത്യത്തിൽ പൊതുസമൂഹത്തെ വലുതായി ബാധിക്കുന്ന ഒരു വിഷയം പോലും അല്ല ഇത്. ഒരു പ്രത്യേക സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ബാധിക്കുന്നതാണ്. ആ കാര്യത്തിൽ സർക്കാർ ഒരൊറ്റ തീരുമാനം എടുത്താൽ പോരെ. ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നു, കോടതി എന്ത് തീരുമാനം എടുക്കുന്നു ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിത് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം എടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത്തരത്തിൽ ആർജവമുള്ള ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. തീർച്ചയായും.